ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഗുരുപൂർണിമ. നമ്മൾ നിത്യാനന്ദ സ്വാമി സമാധി വജ്രേശ്വരിയിലേക്ക് ഗണേശ്പുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മേലെ മുത്തപ്പൻ്റെ അമ്പലമുണ്ട്, അവിടെ സ്വാമിയുണ്ട്. അപ്പോൾ സ്വാമീനെയും കണ്ട് നമ്മൾ വരും. പക്ഷേ റോഡ് മഹാമോശമെന്ന് പറയുന്നുണ്ട്. മഴയില്ല, മഴക്കാറുണ്ട്. റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഭയങ്കര മോശം. അതുകൊണ്ട് നമ്മൾ നിത്യാനന്ദ സ്വാമീൻ്റെ അമ്പലത്തിൽ ഭയങ്കര തിരക്കുമായിരിക്കും. ഇനി അറിയില്ല, എല്ലാ പ്രാവശ്യവും തുഴലുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല. ദിവസം നിത്യാനന്ദ സ്വാമീൻ്റെ പാദം ഡയറക്റ്റ് തൊടാൻ പറ്റും. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്ക്. സ്വതവേ 1.5-2 മണിക്കൂറിനുള്ളിൽ എത്തുന്നതാണ്. ഇനിയിപ്പം എപ്പോഴാണ് എത്തുക, എന്താ എത്തുമെന്നൊന്നും അറിയില്ല. നോക്കാം. സ്കൂളെല്ലാം സ്റ്റാർട്ടായി. ഈ സ്കൂളിലാണ് കണ്ണം പഠിച്ചത്. ഇവിടെ എല്ലാ സ്കൂളും രാവിലെ 7:30 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ചാലു ആവും. ടൈം നാട്ടിലെന്ന് മാതിരി 10 മണിയല്ല, 7:30 മണിയാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് ടേൺ അടിച്ചിട്ട് മുംബ്ര ബൈപ്പാസ് വഴി താന ഗോർബന്ദർ റോഡ് വഴി പോകും. ഈ റോഡ് പനവേലിന് ഡയറക്റ്റ് താനയിലേക്ക് പോകുന്നത്. വഴി മുംബ്ര റെയിൽവേ സ്റ്റേഷൻ വഴി ഫ്രണ്ടിലോട്ട് പോകുന്നത്. ഇവിടെ ഒരു പുതിയ റോഡ് വരുന്നുണ്ട്. കട്ടായിന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നേരെ ഈറോളി വരെ ഒരു ബ്രിഡ്ജ്. അത് സ്റ്റാർട്ടായിട്ടില്ല, ഒരു 3-5 മാസം അല്ല 6 മാസം കൊണ്ട് സ്റ്റാർട്ടാകും. ഇത് ഏകദേശം 1 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവും ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ. 2 ട്യൂൺ ടണലുണ്ട് ഇവിടെ. ഇവിടുത്തെ വരെയുള്ള വർക്ക് ഏകദേശം 95% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് മുംബ്ര ബൈപ്പാസ്. ഇതൊരു സൈഡ് ഫുള്ള് ഹില്ലാണ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്, ദേവി ടെമ്പിൾ. ദേവീൻ്റെ ടെമ്പിള്. നമ്മൾ പണ്ടെല്ലാം കുറേ മുമ്പേ ഞാൻ പോയിട്ടുണ്ട്, 5-10 കൊല്ലം മുമ്പേ പോയത്. ഇതാണ് മുംബ്ര ദേവീൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി. നടന്ന് കയറണം. ഒരു ഭാഗത്ത് റോഡ്, ഒരു ഭാഗത്ത് റെയിൽ. അങ്ങനെ ഞാനും നോക്കുന്നു. റെയിലിൻ്റെ പട്ടറി ഉണ്ടല്ലോ. ഇത് താനെ കല്യാൺ റോഡ്, റെയിൽവേൻ്റെ. ലെഫ്റ്റ് പോയാലും കൽവ സ്ട്രേറ്റ് താനെ. നമ്മൾ ഗണേശ്പുരി എത്താൻ ലേറ്റ് ആവൂലേ? അപ്പോൾ ഇവിടെ നടന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഹൈവേന്ന് കഴിക്കാം. ഹൈവേന്ന് കഴിച്ചിട്ട് ലെഫ്റ്റ് പോയാൽ താനെ, റൈറ്റിൽ പോയാൽ ഭീവണ്ടി, നാസിക്, അങ്ങനെ പോകും. പഴയ ആഗ്ര ഹൈവേ അത്.
ഇതിപ്പം ഫുള്ള് 4, 8 ലൈൻ 8, 10 ലൈനങ്ങാട്ട് ആക്കിയിട്ടുണ്ട്. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാം. ഈ റോഡിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. 6-8 മാസമായില്ല തുടങ്ങിയിട്ട്. ഇത് ഫുള്ള് 4, 8 പിന്നെ 2 സർവീസ് റോഡെല്ലാം ആയിട്ട്. ഇത് മുംബൈ, നാഗ്പൂർ സമൃദ്ധി മഹാമാർഗവും ഡൽഹി മുംബൈ ഹൈവേയും ഇതിലൂടെ പോയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള വഴിയാണ് ഇത്. ഇവിടെ നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ താനെ റെയിൽവേ സ്റ്റേഷൻ, മുളൂണ്, ചെക്നാക്ക, അങ്ങനെ നേരെ ബോംബെ പോകും. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഗോർബന്ദർ റോഡിലേക്ക് കയറും. റൈറ്റ് ടേൺ അടിച്ച് നേരെ ഗോർബന്ദർ റോഡ് വഴി നമ്മൾ പോകുന്നത്. നേരെ ഇവിടുന്ന് ഗോർബന്ദർ റോഡ് വഴി പോയാൽ നേരെ അഹമ്മദാബാദ് മുംബൈ ഹൈവേ എത്തും. അവിടുന്ന് നേരെ ഗണേഷ്പുരി പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ടേൺ അടിച്ചിട്ട് നേരെ ഗണേഷ്പുരിയിലേക്ക് പോകുന്നത്. മെട്രോൻ്റെ വർക്ക് ഫുള്ള് നടക്കുന്നത്. അതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് പില്ലർ ഇട്ടിട്ട് സൈഡിൽ സ്റ്റേഷനും എല്ലാം മുകളിലായിട്ടാണ് വരും. ഫുൾ മെട്രോ വർക്കാണ്. ഇതിലൂട്ടല്ലേ നമ്മൾ സാവിത്തമ്മന്റെ വീട്ടിൽ പോലെ? സാവിത്തമ്മൻ്റെ വീട്ട് അവിടുന്ന് മറ്റേ ഹിറാന്തിനി, അവിടുന്ന് റൈറ്റിലേക്ക് താഴത്തോട്ട് ഫ്ലൈ ഓവറിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹിറാന്തിനിയിലെ റോഡ്. ഇവിടെ കഴിഞ്ഞ് ഇതിപ്പോൾ കുറച്ച് മുമ്പോട്ടെത്തി പോയി നമ്മൾ. ഇവിടെ എപ്പം ബ്ലോക്കാകുന്ന സ്ഥലമാണ്. ഇന്ന് കുറച്ച് ബ്ലോക്ക് കുറവാണ്. ഇവിടെ ഒരു ഗാർഡ് സെക്ഷൻ ആയതുകൊണ്ട് അധികം ബ്ലോക്കാവും ഇവിടെ. ഇതിപ്പോൾ നേരെ അഹമ്മദാബാദ് ഹൈവേ എത്തി. ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷെ നേരെ പോയിട്ട് ടേൺ എടുത്ത് പോകണം. ഇവിടുന്ന് അഹമ്മദാബാദ് സ്ട്രെയിറ്റ് 530 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് അഹമ്മദാബാദേക്ക്. ഇവിടുന്ന് ഗുജറാത്ത് ബോർഡർ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പാൽഘർ വരും, ബോയ്സർ വരും. അതെല്ലാം കഴിഞ്ഞ് നേരെ പോയാൽ തലശ്ശേരി എത്തും. തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഗുജറാത്ത് ബോർഡറാണ്. അത് കഴിഞ്ഞാൽ വാപ്പി കഴിഞ്ഞ് ഗണേഷ്പുരിയിലേക്ക് തിരിക്കും. നമ്മളിപ്പം ബസ്സായി കഴിഞ്ഞ പാട് അവിടുന്ന് യു ടേൺ അടിച്ചിട്ട് പോകും. ഇതൊരു ഫുഡ് കോർട്ടാണ്, റെസ്റ്റോറൻറ്റും ഉണ്ട്. അതിവിശാലമായ ഫുഡ് കോർട്ടായിട്ട് ഇവിടെ ഹോട്ടലും പ്ലേ ഗ്രൗണ്ടും പ്ലേ ചെയ്യുന്ന ഗെയിംസും എല്ലാം ഉണ്ട് ഇവിടെ. വാങ്ങിയിട്ട് താ. ഇത് റവ മസാല ദോശ. നല്ല ടേസ്റ്റാണ്, എല്ലായിടത്തും ഉണ്ടാവില്ല. ഇത് കഴിച്ചു നോക്കിയിട്ട് പറയാം ടേസ്റ്റി ആണോ. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്താ ഇങ്ങനെയൊന്നും ഉണ്ടാത്തത്? അത് ഞാൻ ഫുഡ് ഇങ്ങനെ ആസ്വദിക്കണം, ഫുഡ് ആസ്വദിച്ച് കഴിക്കണം എന്നുള്ള പറഞ്ഞു.
ലെഫ്റ്റിൽ 5 കിലോമീറ്റർ പോയില്ല നായകോൺ റെയിൽവേ സ്റ്റേഷനെത്തും. സ്ട്രെയിറ്റ് 23 വീരാറ്. മുത്തപ്പൻ്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ വീരാറിൽ. ഞാൻ ഇതുവരെ പോയിട്ടില്ല നമുക്ക് ഒരു പ്രാവശ്യം പോവാം വീരാറിൽ. നേരെ 94 കിലോമീറ്റർ ഉണ്ട് ദാനു. മഴക്കാറലുണ്ട്, പക്ഷേ മഴ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇടുന്നു ഇനി കിട്ടുമോ ഇല്ലയോ എന്ന് ഭഗവാൻ അറിയാം. ഇവിടെ ഇപ്പൊ റോഡിന്റെ പണി നടക്കുന്നുണ്ട് മുമ്പോട്ടല്ലോ. ചിലപ്പം ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, പറയാൻ പറ്റൂല. നമ്മൾ നല്ല സ്പറ എത്തി കേട്ടാ. ലെഫ്റ്റ് പോയാൽ നല്ല സ്പറ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമ്മളിപ്പോ അമ്പാടി എത്താനായ അമ്പാടി ഒന്നും എത്തൂല. ഇത് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയിട്ട് നേരെ സ്വാമിന്റെ അമ്പലത്തിൽ ബാക്കിലെത്തും. ഫ്രണ്ടിൽ തന്നെ എത്തും. നമ്മള് റൈറ്റ് അടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ട് ഇതല്ലേ വഴിയല്ല. നമ്മളെ റൂട്ടിയാ വരുക. കീടി എത്തിയെടുത്ത റോഡ് മഹാബദം. അബദ്ധം നല്ലൊന്ന് പറഞ്ഞാൽ മതിയാ. ഫുൾ അബദ്ധം. ഇതേപോലത്തെ റോഡിലായിരുന്നു നമ്മൾ അങ്ങ് ഇങ്ങത്തോളം വരേണ്ടത്. ഇതേപോലത്തെ റോഡൊന്നല്ല, കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ഭാഗം കോൺക്രീറ്റ് പൂർത്തിയാക്കിയുണ്ട്, കുറച്ച് സ്ഥലം പൂർത്തിയാക്കാത്ത ഭാഗമുണ്ട്. 2 വണ്ടിയും കൂടിയിട്ട് ഒരു ലൈനിലേക്ക് വരും. അത് ഹെവി ലോഡ് വണ്ടിയായിരിക്കും, വലിയ വണ്ടിയായിരിക്കും. അങ്ങനെയുള്ള ബ്ലോക്കാണ് അവിടെ ഉണ്ടാവും. പക്ഷെ ഈ റോട്ടിൽ നമ്മൾ കയറില്ലേ? ഈ റോട്ടിൽ കയറില്ല. ഈ റോട്ടിന് അങ്ങേ തട്ടത്ത് നമ്മൾ കയറും. അമ്പാടിയിൽ പോയി മുട്ടുന്ന റോഡാണ്. നേരെ പോയി അമ്പാടി പോയി മുട്ടും. നമ്മൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ റൂട്ടാണ്. ശരിക്കും ഗ്രാമമല്ലേ? ഏത് ഗ്രാമമായിരിക്കും? ഗ്രാമവശങ്ങളിലെല്ലാം ഹെവി വെഹിക്കിൾസിലോട്ട് പോകുന്ന ഷോർട്ട് കട്ടായിട്ട്. ഗ്രാമത്തിന്റെ പേരെന്നായിരിക്കും? അതാണ് റോഡ് ഇങ്ങനെ പോകുന്നത്. ഗ്രാമത്തിന്റെ പേര് നോക്കണ്ടത്. ശരിക്കും മുംബൈ സിറ്റിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളിലാണ് ഇതെല്ലാം വരുമോ? ഇതൊരു 70 കിലോമീറ്റർ, 65 കിലോമീറ്റർ. ഒരു 70 കിലോമീറ്റർ ഉള്ളിൽ. 70 പോലെ മുംബൈ സിറ്റിയിൽ നിന്ന് 70 പോലെ. മുംബൈ സിറ്റിയിൽ നിന്ന് 100 കിലോമീറ്റർ, 110 കിലോമീറ്റർ ഉള്ളോട്ടാന്ന് പറഞ്ഞ കാര്യമില്ല. ഒരുവിധം വലിയ വലിയ ഫാക്ടറീസും യാർഡുകളും എല്ലാം ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ. ഇത് ഇന്ന് ഗുരുപൂർണിമ ആയതുകൊണ്ട് നിത്യാനന്ദ സ്വാമിൻ്റെ അമ്പലത്തിലേക്ക് പാൽക്കി എടുത്തിട്ട് അവിടെയുള്ള നാട്ടിലുള്ള ഗ്രാമവാസികൾ പോകുന്നതായത്. ഓരോ ഗ്രാമത്തിലെ ആൾക്കാർ ചപ്പലൊന്നും ഇടാണ്ടാ പോവുക, പക്ഷെ ചില ആൾക്കാർ ചപ്പലെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതില്ല, അവിടെ ഇന്ന് നിത്യാനന്ദ സ്വാമിന്റെ സമാധി തൊടാൻ പറ്റുന്ന ദിവസം. അതാ ഇത്ര ആൾക്കാർ ഉണ്ടാവും അവിടെ. ഗുരുപൂർണിമയായെന്ന് എല്ലാ അങ്ങനെ തന്നെയാണ്. ഗുരുപൂർണിമ മാത്രമൊന്നല്ല, അതിൽ വേറെയും 2 ദിവസം തൊടാൻ പറ്റും ഡയറക്റ്റ്. നിത്യാനന്ദ സ്വാമി ജനിച്ച ദിവസവും ഇവിടെ നമ്മള് ലെഫ്റ്റ് പോകും. നേരെ പോയാലില്ലേ ഇത് അമ്പാടിയിലെത്തും. അമ്പാടി വജ്രേശ്വരി ടെമ്പിള് അമ്പാടി എത്തും. ഇത് നമ്മൾ ലെഫ്റ്റ് പോയിട്ട് നേരെ ഗണേശ്പുരി എത്തും. ഇന്ന് തിരക്കുണ്ട് തോന്നുന്നു. നല്ലത് ഇല്ല, ഇത് ഇവിടുത്തെ തിരക്ക് ദിവസം. റൈറ്റിലെ ഗണേശ്പുരി ബസ് സ്റ്റോപ്പ്. ഇന്നോവശെല്ലാം കാറെല്ലാം പാർക്ക് ചെയ്തിട്ടില്ല എല്ലാവരും. അങ്ങനെ നമ്മൾ ഗണേശ്പുരി എത്തി. പക്ഷെ തിരക്കിൽ കയറാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും അറിയില്ല. ഇതുവരെ നമ്മൾ ലൈനില്ലാണ്ട് തന്നെ കയറിയിട്ട് വരിക ചെയ്തത്. അവിടെ എല്ലാവരും പരിചയമുള്ളത് കൊണ്ട് ലൈനിൽ നിന്നിട്ട് കയറാൻ പറ്റുമൊന്നുമില്ല. ലൈനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ ആ ലൈനില്ലാണ്ട് കയറണം.
സ്വാമിന്റെ അനുഗ്രഹം കൊണ്ട് വേഗം 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റി. നമ്മളവിടെ പുറത്ത് നിൽക്കുമ്പം തന്നെ നിത്യാനന്ദ സ്വാമിന്റെ പൂജ ചെയ്യുന്ന പൂജാരി കണ്ടിരുന്നു. പരിചയമുള്ളത് കൊണ്ട് ഉറപ്പാട് ഉള്ളിലേക്ക് കയറ്റി തൊഴുത് അനുഗ്രഹം വാങ്ങി വരാൻ പറ്റി. ഇതാണ് പുറത്തുള്ള ക്യൂ. ഈ ക്യൂവിൽ നമ്മൾ നിന്നിട്ട് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ആയാലും തീരും നടക്കുമെന്നല്ല. നമ്മൾ ഇവിടുന്ന് നേരെ ബ്രഹ്മപുരി മുത്തപ്പൻ മടപ്പുരയിലാണ് പോവുക. അവിടെ ഇന്ന് അഭിഷേകമെല്ലാം സ്വാമിൻ്റെ പൂജയെല്ലാം ഉണ്ട്. വജ്രേശ്വരി ദേവി കവാടത്തിലെ ഒരു മിനിറ്റാണ്. വജ്രേശ്വരി ദേവിന്റെ കവാടം. ശരി ദേവി ടെമ്പിൾ. നമ്മൾ അങ്ങനെ എത്ര മണിയായി ദാസ ഇവിടെ എത്തി? 5:30 മണി. 5:30 മണിയായി നമ്മൾ ഇവിടെ എത്തി.